ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പം നമുക്ക് ആദ്യം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നിമിഷ ബിജോ എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ ചെറിയൊരു ഇൻ്റർവ്യൂ ആണ്. നമുക്ക് ആ ഭാഗം ഒന്ന് കാണാം. നിങ്ങൾക്കില്ലാത്തതല്ലേ എനിക്കും എൻ്റെ ഫാമിലിക്കും ഇല്ലാത്ത വിഷമം നിങ്ങൾക്ക് വേണ്ട. ഇത്രയും വരെ എൻ്റെ മോളെ എനിക്ക് വളർത്തി ഉയർത്തി കൊണ്ടുവരാം എന്നുണ്ടെങ്കിലും ഇനി അങ്ങോട്ടും എൻ്റെ മക്കളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഓക്കെ, ഒരാളല്ല, 2 പേരുണ്ട് കേട്ടോ. ഓക്കെ, 2 പേരുണ്ട്. അപ്പൊ ഈ 2 പേരുടെയും ഭാവിയെ കുറിച്ച് ഒരു ചിന്തയും ഇല്ലാതെ നടക്കുന്ന അമ്മയാണ് എന്നാണ് നിങ്ങൾ ഒരിക്കലും എൻ്റെ ഭാവിയിൽ ചിന്തയില്ലാന്ന് ഞാൻ അങ്ങനെ നടക്കുന്ന ഒരു അമ്മയല്ല. എൻ്റെ മക്കളുടെ കാര്യം, എൻ്റെ അച്ഛൻ്റെ കാര്യം, എൻ്റെ അമ്മയുടെ കാര്യം, കറക്റ്റ് വരുന്ന കാര്യങ്ങൾ കറക്റ്റ് കണ്ണിങ് ആയിട്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഈ പറയുന്ന മക്കളുടെ കാര്യവും അപ്പൻ്റെ കാര്യവും അമ്മയുടെ കാര്യവും നോക്കുന്ന നിമിഷ പിന്നെ എന്തിനാണ് ഇതുപോലുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അഴിഞ്ഞാടുന്നതെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അഴിഞ്ഞാടുന്നെന്ന് പറയുന്നുണ്ട്. നീ ഇത് എന്റെ ചോദ്യമല്ല കേട്ടോ, ഇത് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ചോദ്യം, പല കമന്റ്സുകളിലൂടെ റിഫ്ലക്ട് ചെയ്യുന്ന പ്രേക്ഷകരുടെ ചോദ്യമാണ്. എനിക്ക് എൻ്റെതായ ഇഷ്ടങ്ങളുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ മക്കളെ കല്യാണമൊക്കെ കഴിപ്പിച്ച് നമ്മളെ മക്കളെ കല്യാണം കഴിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നല്ല ഏജ് ഓവറാവും. അപ്പം നമ്മുടേതായ ആഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി മാറ്റിവെക്കണം. ഇന്ന് നമ്മൾ മക്കളെ പഠിപ്പിച്ച് വലുതാക്കി കഴിയുമ്പോൾ നാളെ ഒരു ദിവസം നമ്മൾ നമ്മുടെ മക്കളെ നോക്കൂല. അപ്പം നമ്മൾ ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കേണ്ടി വരും. ഇപ്പോഴേ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയവും നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ മാറ്റി വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴും നമുക്ക് നമ്മുടെ മനസ്സിനോട് തന്നെ സ്നേഹം തോന്നും. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. പിന്നെ ഈ ബിക്കിനി ഫോട്ടോഷൂട്ടിൻ്റെ കാര്യം, ഇതെൻ്റെ പ്രൊഫഷണലാണ്. ഞാനൊരു സിനിമ നല്ല രീതിക്ക് ചെയ്തു പോകണം, അല്ലെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിലൊന്ന് കയറണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സിനിമ മുന്നോട്ട് തന്നെ സിനിമാ ഫീൽഡ് പോലെ ഒരു ഷൂട്ടിംഗ് പോലും കാണാതെയാണ് ഞാൻ ഈ സിനിമാ ഫീൽഡിലേക്ക് വന്നത്. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഫീൽഡ് വരെ എത്തിയത്. അപ്പോൾ ബിക്കിനി ഷൂട്ട് ചെയ്യണം എന്ന് എൻ്റെ പ്രേക്ഷകർ ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ക്യാരക്ടർ വന്നാൽ, നല്ലൊരു പേയ്മെൻറ്റ് വന്നാൽ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഫാമിലിക്കറിയാം ഞാൻ എന്താണെന്നും ഞാൻ ഏതാണെന്നും എൻ്റെ ഫാമിലിക്കറിയാം. എന്നെ സംബന്ധിച്ച് എനിക്ക് വേറെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എൻ്റെ കൂടെ എൻ്റെ കഴുത്തെ താലി കെട്ടിയ എൻ്റെ കെട്ടിയവനും എൻ്റെ ഫാമിലിയും, അതായത് എൻ്റെ മക്കൾ, എൻ്റെ അച്ഛനമ്മ, ഇവർക്കറിയാം ഞാൻ എന്താണ് ഏതാണെന്ന്. എനിക്ക് അവരെ മാത്രം ബോധിപ്പിച്ചാൽ മതി. എനിക്ക് കണ്ണി കണ്ട ആൾക്കാരെ ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ ഞാൻ അഴിഞ്ഞാട്ടക്കാരിയാണെന്നോ എനിക്ക് ഇവരെ ഒന്നും സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് എനിക്കിപ്പോൾ എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ബാക്കി മറ്റു പലരെയും ബോധിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിമിഷ ബിജോയാണ് തൊട്ട് മുൻപേ പറഞ്ഞത്. എൻ്റെ പ്രേക്ഷകർക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? നിമിഷ ഇതുപോലുള്ള ഫോട്ടോഷൂട്ട് ചെയ്യുന്നു, നിമിഷ എക്സ്പോസ്ഡ് ആയിട്ട് ഡ്രസ്സ് ധരിക്കുന്നു, നിമിഷ തെറിവിളി കേൾക്കുന്നു. നിങ്ങളൊരു കല്യാണം കഴിച്ച സ്ത്രീയാണ്. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെ ഇതിലേക്ക് വലിച്ചഴിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾ വന്നപ്പോൾ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിയുണ്ട്. കുറേ നേരം കിടന്ന് കാണാന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എന്ത് കാര്യത്തിന്? നിങ്ങൾ എന്നെ ഇങ്ങോട്ട് ഇൻ്റർവ്യൂവിനാണ് വിളിച്ചത്? നിങ്ങൾ ഇങ്ങോട്ട് ഇൻ്റർവ്യൂവിനാണോ വിളിച്ചത്, അതോ വേറെ വല്ല സംഭവം ചോദിക്കാനാണോ വിളിച്ചത്? നിങ്ങൾക്ക് ചോദിക്കുന്നതിനൊക്കെ ഒരു മര്യാദയില്ല. ചോദിച്ചത് പിന്നെ നീ എന്തുണ്ടാക്കിയെന്നാ ഈ പറയണത്? ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ ഇങ്ങനെയാണോ ചോദിക്കേണ്ടത്? ചോദിക്കുന്നൊരു മര്യാദയുണ്ട്. നിങ്ങൾ തന്നെയാണല്ലോ പറഞ്ഞാൽ വല്ല സോഷ്യൽ മീഡിയ താരമാണെന്ന് പറഞ്ഞു. ഒരു താരത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ് ഈ ചോദിച്ചത്. ദേഷ്യം ഞാൻ മോന്തയടിക്കാൻ പൊളിക്കും. ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ട് വന്നിട്ട് മേലാക്കി ഈ പിടിച്ചുകൊണ്ടല്ലോ വന്നേക്കണവള്. ചേട്ടൻ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അവരെന്റെ ഭാഗത്തുനിന്ന് കൂടെ ഒന്ന് ചിന്തിക്കണ്ടേ? കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതിനെ പ്രത്യേകിച്ച് ഞാനിപ്പം എന്താ പറയുക, ചോദിച്ചു മേടിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ കാലത്ത് ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ കാണുന്നത് ഒന്നെങ്കിൽ ആ ഇൻ്റർവ്യൂ വെച്ച് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കണം, അല്ലേ? എന്തെങ്കിലും ഒരു മെസ്സേജ് കാണുന്നവർക്ക് കിട്ടണം. അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മൾ കൂടുതൽ കാണാൻ ആകാംക്ഷയുള്ള അല്ലെങ്കിൽ അറിയാൻ ആകാംക്ഷയുള്ള ഒരു വ്യക്തിയെക്കുറിച്ചായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള എന്തെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചായിരിക്കണം ആ ഇൻ്റർവ്യൂ. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും എന്താ പറയുക, ഇത്രയും നേട്ടങ്ങൾ നേടിയ ഒരാളെ കുറിച്ചായിരിക്കണം ആ ഇൻ്റർവ്യൂ വെക്കുന്നത്. കാരണം പ്രേക്ഷകർക്ക് അതൊക്കെയാണ് ശരിക്കും നമുക്കൊരു ആവശ്യമുള്ളത്. എന്തെങ്കിലും ഒരു മെസ്സേജ് പാസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരിക്കണം ശരിക്കും നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇതുപോലുള്ള കുറേ ചാനലുകൾ ഇതുപോലെ
ഒരു വേർത്തും അല്ലാത്ത കുറേ ആൾക്കാരെ നിർത്തിയിട്ട് പൊട്ട ചോദ്യങ്ങളും പൊട്ട കാര്യങ്ങളും വെച്ച് ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിമിഷ ബിജു ആളുടേതായ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും ഒരു സോഷ്യൽ മീഡിയയിൽ കാണുന്നവർ കാണട്ടെ, കേൾക്കുന്നവർ കേൾക്കട്ടെ. പക്ഷെ ഒരു ഇന്റർവ്യൂ വിളിച്ച് വരുത്തിയിട്ട് ഇതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നാണ്. ഒരു ഇന്റർവ്യൂ ചെയ്യാൻ മാത്രമുള്ള ക്വാളിറ്റി ഉള്ളൊരു പേഴ്സൺ ആണ് നിമിഷ ബിജു എങ്കിൽ എന്നാൽ പിന്നെ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ വേണം ചോദിക്കാൻ. അത്ര ക്വാളിറ്റി ഇല്ലാത്ത ഒരാളെ ഇന്റർവ്യൂ വിളിച്ച് വരുത്തിയിട്ട് അതിലും ക്വാളിറ്റി ഇല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിമിഷ ബിജു അല്ല ആരായാലും ഈ രീതിയിലുള്ള റിപ്ലൈയിൽ അവസാനം കൊടുക്കുള്ളൂ. മനസ്സിലായില്ലേ? ഇതാണ് ഞാൻ പറയുന്നത്. ചില ചാനലുകൾക്ക് വെറും റീച്ച് മാത്രം മതി, അതിൽ കണ്ടന്റിന്റെ ഒരു ക്വാളിറ്റിയോ അല്ലെങ്കിൽ കണ്ടന്റിന്റെ ഒരു ജെനുവിനിറ്റി ഒന്നും കീപ്പ് ചെയ്യുന്നില്ല. വെറുതെ ഒരാളെ വിളിച്ചു വരുത്തുക, കുറേ പ്രേക്ഷകർ ഇരുന്ന് കാണുന്നുള്ളൊരു വിശ്വാസം, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ആകുമ്പോൾ എന്തായാലും കാണാൻ ആൾക്കാരുണ്ടാവും എന്നുള്ളൊരു തോന്നലും. അവരോട് ചോദിക്കുന്ന ചോദ്യം ഒരു മയവും ഇല്ലാത്ത രീതിയിലുള്ള ചോദ്യങ്ങളാണ്. ഒരു മയവും ഇല്ല. എന്തെങ്കിലും ഒരു രീതിയിൽ കുറച്ച് മയം വേണ്ടേ, അതുമില്ല. ഇത് ഇട്ടിട്ട് അലക്കാണ് കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ നിമിഷ ബിജുവിനോട് ചോദിച്ച ചോദ്യങ്ങളെക്കാളും രീതിയിലുള്ള വൃത്തികെട്ട രീതിയിൽ തന്നെയാണ് നിമിഷ ബിജു പ്രതികരിച്ചത്. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആകുമ്പോൾ പുള്ളിക്കാർ റിപ്ലൈ കൊടുത്ത രീതിയും ഇവർ ചോദിച്ച ചോദ്യവും രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. പുള്ളിക്കാർ വേറൊരു രീതിയിൽ റിയാക്ട് ചെയ്ത് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയേനെ. ഇത് പുള്ളിക്കാർ റിയാക്ട് ചെയ്ത് അതിനേക്കാളും വലിയ മോശമായിട്ടാണ്, ഇവർ ചോദിച്ചത് അതിനും വലിയ മോശമായിട്ടാണ്. എന്നാൽ ഇതുപോലെയുള്ള ചളി ഇൻ്റർവ്യൂസ് വെക്കാതെ കുറച്ച് ആവശ്യകരമായിട്ടുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ഇൻ്റർവ്യൂ നടത്തുക, അതല്ലേ കുറച്ചും കൂടി ബെറ്റർ. കഷ്ടം.